ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്ന പടം എന്ന് പറഞ്ഞാൽ സീക്രട്ട് ഓഫ് കലിക എന്ന് പറഞ്ഞ പടമാണ്. സനീഷ് ഉണ്ണികൃഷ്ണനും ജിഷ്ണു മാരിനും കൂടെ എഴുതി സനീഷ് ഉണ്ണികൃഷ്ണൻ തന്നെ സംവിധാനം ചെയ്ത സീക്രട്ട് ഓഫ് കലിക. ധ്യാൻ ശ്രീനിവാസൻ നായകനായി വരുന്ന ഈ സിനിമയിൽ പുള്ളിക്ക് ഒരു റോളും ഇല്ലാതായ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് വരെയുള്ള ഒരു കഥ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത് മാത്രമാണ് ഒത്തിരിയെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ നമ്മൾക്ക് താല്പര്യമുള്ളത്. കലിംഗ എന്ന രാജവംശത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയും അതിൻ്റെ പുരാണങ്ങളെ പറ്റിയും ഒരു ഫാന്റസി ആയിട്ടുള്ള രീതിയിലാണ് ഈ പടം ചെയ്തേക്കുന്നത്. പറയുകയാണെങ്കിൽ ഹൊറർ എലമെന്റ് ഉള്ള ഹൊറർ ത്രില്ലർ എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇത് കാണുന്നവന് ഒരു എന്താണ് ഞെട്ടലോ പേടിയോ ഒന്നും ഉണ്ടാക്കാൻ പോലും ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ധ്യാന് നമുക്കിപ്പോഴും അയാളുടെ പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല. നേരത്തെ കൂടുതലായിട്ട് ചെയ്ത പടങ്ങളെ പോലെ തന്നെ ഈ പടവും നന്നായിട്ട് തെറ്റിയിട്ടുണ്ട്. ഇതിലെ ഒത്തിരിയെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുള്ള ക്യാരക്ടർ ഉണ്ടെങ്കിൽ അത് റിയാസ് ഖാൻ മാത്രം ചെയ്ത ഒരു ക്യാരക്ടർ മാത്രമാണ് ഇതിൽ ഒത്തിരിയെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ബാക്കിയുള്ളവരെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ കാട്ടാക്കട എന്ന് പറയുന്ന അയാൾ അതിൽ ആ കാട്ടാക്കട എവിടെ ഉള്ളത് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിലും വളരെ ക്ലീഷയായിട്ട് പോവാതെ നൈസായിട്ട് അങ്ങ് പോയിട്ടുണ്ട്. കാരണം ഇപ്പൊ തന്നെ നമ്മൾ കേട്ട് ഏകദേശം അടുത്ത് വന്നേക്കുന്ന ഒരു ഡയലോഗായിട്ട് അത് മാറിയിട്ടുണ്ട്. അത് ഈ സിനിമയിൽ ആഡ് ചെയ്തു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. നിതിൻ പരമേശ്വർ എന്ന് പറഞ്ഞ പുള്ളി ചെയ്തേക്കുന്ന ക്യാരക്ടർ എന്തിനാണ് ധ്യാൻ ശ്രീനിവാസൻ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറായിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ പുള്ളിയെ സഹായിക്കാനായിട്ടും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിൽക്കുന്ന ക്യാരക്ടറായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. നമ്മുടെ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ പാൻ ഇന്ത്യൻ ബ്രാഞ്ചിന്റെ വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ അതേ ഒരു സ്ലാങ്ങോട് കൂടി തന്നെയാണ് അതിൽ അഭിനയിക്കുന്ന പുള്ളിയുടെ മിക്കതും അഭിനയിക്കുന്ന ഒരേ സ്ലാങ്ങോട് തന്നെയാണ് ഇതിലും വന്നേക്കുന്നത്. ഇതിൽ അഭിനയത്തിൽ ഒത്തിരിയെങ്കിലും മെച്ചം എനിക്ക് കുറച്ച് രംഗങ്ങളെ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും റിയാസ് ഖാനാണ് അതിൽ ഒത്തിരിയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ധ്യാൻ ശ്രീനിവാസന്റെ സഹോദരനായിട്ട് ഏറ്റവും ഇളയ സഹോദരനായിട്ട് ചെയ്തേക്കുന്ന ഒരു പുതിയ നടനുണ്ട്. അയാൾ ഒത്തിരി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഹൊറർ ത്രില്ലർ എന്നുള്ള രീതിയിൽ പോയി കാണേണ്ട ഒരു ആവശ്യവും ഈ പടത്തിനില്ലെന്ന് വേണം പറയാനുള്ള. കാരണം എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് ഒരു ത്രില്ലർ എലമെന്റ് എന്ന് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടോ ഒരു ഹൊറർ എലമെന്റ് എന്ന് പറഞ്ഞ് തരാൻ വേണ്ടിയിട്ടോ അതിലൊന്നുമില്ല. നമ്മുടെ ഈ DSRയും അതേ കണക്ക് തന്നെ ഈ ഭ്രമയുഗവും അതേപോലെ തന്നെ ഭൂതകാലമൊക്കെ കണ്ട് ആ ഒരു ഹൊറർ വൈബിന് വേണ്ടിയിട്ടാണ് പോണേന്നുണ്ടെങ്കിൽ ഇതിന് പോവേണ്ട ഒരു കാര്യവുമില്ല. 100% പോവേണ്ട ഒരു കാര്യവുമില്ല. ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ പകുതി സിനിമ കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത വീട്ടിന്റെ അകത്ത് തന്നെ കുരുങ്ങി നിൽക്കുന്ന ഒരു സഹോദരനാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അൽത്താഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തേക്കുന്ന എനിക്ക് പുള്ളിയുടെ തൊട്ട് താഴെയുള്ള സഹോദരനാണ് ചെയ്തേക്കുന്നത് അൽത്താഫ്. അൽത്താഫ് എന്ന് പറഞ്ഞ് ചെയ്തേക്കുന്ന ക്യാരക്ടർ ഇതിനു വേണ്ടിയിട്ട് ഒരു പ്രാധാന്യമില്ലാത്ത രീതിയിൽ കുറച്ച് ക്യാരക്ടറുകളുള്ള ഒരാളായിട്ടാണ് തോന്നിയേക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് കോളേജിൽ വന്ന് സത്യം പറഞ്ഞാൽ അതൊരു കോളേജിൽ അതിന്റെ അടുത്തുള്ള ഒരു കാടിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അതിന്റെ അവിടെ ഒരു മരണം നടക്കുകയും അതേ കണക്ക് തന്നെ അതിന്റെ ആയിട്ടുള്ള രീതിയിലാണ് ഈ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും 10 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് നെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു 4 കൂട്ടുകാരികളും അതിന്റെ അകത്തെ സാറന്മാരും കാണിക്കുന്ന സാറന്മാരൊക്കെ കോളേജ് ആകുമ്പോൾ കാണിക്കണം എല്ലാം ഇത് ശരിയാണ് കാര്യങ്ങൾ. പക്ഷേ ഇതില് ഉല്ലാസ് പണ്ടറൊക്കെ ചെയ്തേക്കുന്ന ക്യാരക്ടർ പുള്ളി കോമഡിയൊക്കെ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷെ കോമഡി എന്നുള്ള പറയുന്ന രീതിയിൽ കോമഡി ആയിട്ട് പോലും ഹൊറർ കോമഡി എന്നും പറഞ്ഞ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കോമഡി ആയിട്ട് പറയാൻ പോലും ഒരു രംഗം പോലും നമുക്ക് ചിരിക്കാനോ തിയേറ്ററിലൊന്ന് ആളുകളൊന്നും നമ്മൾ അടുത്തിരിക്കുന്ന ആളുകൾക്ക് പോലും ചിരിക്കാൻ വേണ്ടിയിട്ട് ഇത് പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഏതെങ്കിലും ഒരു ഊള കോമഡി അടിക്കുമ്പോൾ ഒരു 100 പേരുള്ള ഒരു തിയേറ്ററിലാണെന്നുണ്ടെങ്കിൽ ഒരാളെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു മൂടുന്നതെങ്കിലും കേൾക്കാൻ പറ്റും. ഇത് അതിലും പറ്റിയിട്ടില്ല. സിനിമയിൽ മെയിനായിട്ട് കൊണ്ടുപോകുന്ന കലിംഗ എന്ന് പറഞ്ഞ ഒരു രാജഭരണത്തിന്റെയും അവരുടേതായിട്ടുള്ള കൊണ്ടുപോകുന്ന ചില കാര്യങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. അതിൽ പുനർജന്മവും ഇതിലെല്ലാം സ്പോയിലറാണ്, പറയാൻ പറ്റൂല്ലെങ്കിൽ ഇത് പോയി കാണേണ്ട ആവശ്യമില്ല. നിങ്ങളത് കേട്ടെന്ന് പറഞ്ഞാലും അത് എനിക്ക് തോന്നുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്. ആ പൈസ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അത്യാവശ്യം നടന്നു പോകും.
അതിന് പറ്റിയ കാണാതിരിക്കാൻ പറ്റിയ ഒരു പടം വേണമെങ്കിൽ പറയാം. ഞാനും ഒരു ഹൊററിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, ഹൊറർ സിനിമകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പോയി കണ്ടപ്പോഴത്തേക്ക് എനിക്കത് ഒരു ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പ്രേതം വന്ന് ഒരു കിണറിന്റെ മണ്ടയിൽ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. അവള് എപ്പോഴും ആ കിണറിന്റെ മണ്ടയിൽ തന്നെയാണ്. ആളുകളെ അങ്ങോട്ട് കൊണ്ടുവരുന്നു, ഹിപ്നോട്ടൈസ് ചെയ്യുന്നു, ആ കിണറിലോട്ട് ചാടിക്കാൻ വേണ്ടി നോക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് കാണിക്കും. പിന്നെ ഇതിലാണ് ആർട്ട് ചെയ്തേക്കുന്നത്. ഇതിൽ ആർട്ട് വർക്കും VFX അവർക്ക് വലിയ പ്രശ്നങ്ങളോ വലിയ ഒരു കാര്യം വരേണ്ട കാര്യമില്ല. കാരണം AI വീഡിയോ ആണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ബഡ്ജറ്റ് കുറഞ്ഞ പടമാണ്, ശരിയാണ്. പക്ഷെ അത് കണ്ട AI വീഡിയോ മൊത്തത്തോടെ അതിൽ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10 മിനിറ്റിൽ കൂടുതലും ഈ AI വീഡിയോ വെച്ച് ചെയ്തേക്കുന്ന കുറെ രംഗങ്ങളുണ്ട്. 10 മിനിറ്റ് കൂടുതൽ എന്ന് വേണം തന്നെ പറയാം. സിനിമ അത്രയും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും ചെയ്തേക്കുന്നത്. അതിൽ പഴയ കാലങ്ങളൊക്കെ കാണിക്കുന്നത്. പിന്നെ ധ്യാൻ ശ്രീനിവാസന്റെ പഴയ കാലം 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലം കാണിക്കുന്ന, പ്രസന്റിൽ നിന്നും 10 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാലമൊക്കെ കാണിക്കുന്നുണ്ട്. അതിൽ പക്ഷെ പുള്ളിയെ ചെയ്തേക്കുന്നത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കോളേജിലോട്ട് വന്ന് കയറുന്നതായിട്ട് കാണിക്കുന്ന ചില രംഗങ്ങളുമുണ്ട്. അതിൽ തന്നെ അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ട രംഗങ്ങളിൽ ആ ഒരു AI വീഡിയോ ആണ് ഉള്ളത്, കണ്ടതിൽ പറയാം എന്ന് തന്നെ. അതിൽ പിന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞാൽ നമ്മളൊരു ഓക്കെന്നും ബിലോ ആവറേജ് മൂഡിൽ ആയിരിക്കും നമ്മൾ ആ ഫസ്റ്റ് ഹാഫ് കണ്ട് തീർന്നു. അതിനുശേഷം പിന്നെ കഥ അങ്ങോട്ട് ഒരു അവിയൽ പരുവാക്കുന്ന രീതിയിൽ അങ്ങോട്ടടിക്കുന്നു ഇങ്ങോട്ടടിക്കുന്നു. അവർ നമുക്കൊരു എൻഗേജിങ് ആയിട്ട് തരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും നടക്കുന്നില്ല. പരമാവധി നോക്കുന്നുണ്ട്, പരമാവധി നമുക്ക് ത്രില്ലർ അടിപ്പിച്ച് സസ്പെൻസ് ഒക്കെ അടിച്ചു കയറ്റി തരാൻ വേണ്ടിയിട്ട് പരമാവധി നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും നടക്കുന്നില്ല. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആൾക്ക് പുനർജന്മം അതിൽ കൊടുത്തേക്കുന്നതാണ്. ആ സസ്പെൻസ് തരാൻ വേണ്ടിയിട്ടുള്ളത് പോകുന്നതാണ്. അത് നമുക്ക് ഈ ഒരു ആദ്യത്തെ മരണം ഈ നടക്കുന്ന ഈ ഒരു കിണറിലോട്ടുള്ള എടുത്ത് ചാട്ടമാണ്. ഈ അവിടെ മർഡർ നടക്കുന്നത് പ്രേതത്തിന് ഹിപ്നോട്ടൈസ് ചെയ്യാനോ അതിനുള്ള ശക്തികൾ ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. അല്ല, ആ ഒരു രംഗത്തിൽ മാത്രം അത് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതേ കണക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും ഇത് ധ്യാൻ വിറ്റ്നസ് ചെയ്യുന്നുണ്ട്, ഇത് കാണുന്നുണ്ട്. ഇത് കണ്ട് അവനെ നിന്ന് രക്ഷിക്കുന്നു. അവനെ എന്തുകൊണ്ട് രക്ഷിച്ചു എന്നുള്ള രീതിയിലോട്ടാണ്, അവനത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. അത്രയും നാളും ഒന്നിനും വിശ്വാസമില്ലായിരുന്ന ആൾ ഒരു അനുഭവം ഉണ്ടായപ്പോൾ വിശ്വാസിയായി. പിന്നെ അതിനെ പറ്റിയുള്ള റിസർച്ചും കാര്യങ്ങളും, ഈ മന്ദാകിനി ഫോറസ്റ്റ് എന്താണ് എന്നുള്ള രീതിയിൽ, ഈ മന്ദാകിനി ആരാണ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. കഥ നിങ്ങൾ പോയി കാണേണ്ടതോ ഏതെങ്കിലും റിവ്യൂ അങ്ങനെ എടുത്തു വെച്ച് കാണുന്നതായിരിക്കും നല്ലത്. ഇതേപോലെ തന്നെ വേറെ അതൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഈ പൈസ ഉണ്ടെങ്കിൽ തന്നെ അടുത്ത ദിവസങ്ങളിൽ നല്ല പടങ്ങൾ വീണ്ടും ഇറങ്ങാനിരിപ്പുണ്ട്. അത് പോയി കണ്ടാൽ നിങ്ങൾക്ക് കണ്ടതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്കിലും കിട്ടും. കണ്ട ഒരാളാണ് പറയുന്നത്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാം. നന്ദി.